ഈ രാജ്യത്ത് ഹിന്ദുവിനും മുസ്ലിമിനും സിഖിനും ഒപ്പം തന്നെ പാഴ്സിക്കും ജൂതനുമൊക്കെ ഇടം നൽകിയ മണ്ണാണിത്. ആ മണ്ണിൽ അവർക്ക് എല്ലാവിധ സഹായങ്ങളും നൽകിയിരുന്നു. കൊച്ചി മുതൽ ഗുജറാത്തും മഹാരാഷ്ട്രയും അടക്കം ജൂത തെരുവുകളും ഒപ്പം ജൂതന്മാരുടെ സ്കൂളുകളും സ്ഥാപനങ്ങളുമൊക്കെ നൽകി പലായനം ചെയ്ത ഒരു ജനതയെ ചേർത്ത് പിടിച്ചിരുന്ന ആളാണ്. അവിടേക്കാണ് ഒരു ജൂത പൗരനും ഭാര്യയും കൂടി വിനോദസഞ്ചാരത്തിനെത്തുന്നു, തേക്കടിയിലെത്തുന്നു. വഴിയിലൂടെ നടന്നുപോയ ആ ഇസ്രയേലി പൗരൻ്റെ പേര് ഡോവർ ഹൽഫർ എന്നാണ്. ഈ ഡോവർ കടന്നു പോകുമ്പോൾ ഈ കടയ്ക്കുള്ളിൽ നിന്നാണ് ഈ കടയുടമ ഇവരെ കടയിലേക്ക് വിളിച്ചു കയറ്റുകയായിരുന്നു. സാധാരണഗതിയിൽ അവിടെ ഈ ഇതുപോലെ വിദേശികളും മറ്റും പോകുമ്പോൾ ഈ കച്ചവടം കിട്ടുന്നതിന് വേണ്ടി വിളിച്ചു കയറ്റാറുണ്ട്. അങ്ങനെ വിളിച്ചു കയറ്റുകയായിരുന്നു. കടയ്ക്ക് ഉള്ളിൽ കയറിയ ഈ ഡോവർ ഹൽഫർ എന്ന് പറയുന്ന ഈ ഇസ്രയേലി പൗരൻ, ഈ ജൂയിഷ് പൗരൻ തൻ്റെ നാട്ടിലേക്ക് ഫോൺ ചെയ്യുകയും ഹീബ്രു ഭാഷയിൽ സംസാരിക്കുകയും ചെയ്തു. ഈ ഹീബ്രു ഭാഷ കേട്ടുടൻ തന്നെ കടയുടമ കൂടിയായ, അതായത് പാർട്ട്ണർഷിപ്പിലാണ് കട നടത്തുന്നത്, ഒരു കുമിളി സ്വദേശിയും 2 കാശ്മീരികളും ചേർന്ന് നടത്തുന്ന കടയാണ്. അതിൽ ഈ കാശ്മീരി സ്വദേശിയായ പാർട്ട്ണറായ ഹയാസ് അഹമ്മദ് റാത്തർ പെട്ടെന്ന് തന്നെ ക്ഷോഭിക്കുകയും ഇവരെ അവിടെ ആക്രോശിക്കുകയും ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു. കടയിൽ നിന്ന് ഇറക്കി വിടുകയുമായിരുന്നു. ഇതാണ് നടന്ന സംഭവം. സമീപത്തുള്ള കച്ചവടക്കാരും നാട്ടുകാരും എത്തിയത് കൊണ്ട് ഒരുപക്ഷെ ഒരു വലിയ രീതിയിലുള്ള സംഭവത്തിലേക്ക് അത് നീങ്ങിയില്ല എന്ന് പറയേണ്ടി വരും. ഏതായാലും ഇസ്രയേലി പൗരൻ പരാതിയില്ല എന്ന് പറഞ്ഞു. കടയുടമ മാപ്പ് പറയുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ കളി അവിടെ തീരുകയല്ല ചെയ്യുന്നത്, തുടങ്ങുകയാണ് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. കാരണം ഈ സ്വാഭാവികമായും ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം തങ്ങളുടെ പൗരന്മാരെ എങ്ങും കയറൂരി വിടാറില്ല. ആ പൗരന്മാർക്ക് ചെറിയ രീതിയിലുള്ള ത്രട്ടനിങ് ഉണ്ടായാൽ പോലും അതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന ഒരു രീതി അവർക്കുണ്ട്. ഏതായാലും ഈ നടന്ന സംഭവത്തിൻ്റെ വീഡിയോ ഉൾപ്പെടെ ഇസ്രയേൽ എംബസിയിൽ എത്തിച്ചിട്ടുണ്ട് ചിലർ എന്നുള്ളൊരു വിവരവും പുറത്തു വരുന്നു. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായി എംബസി അതിൻ്റെ ഒരു വിശദീകരണം കേന്ദ്രത്തോട് ആവശ്യപ്പെടാം. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാകണം കേന്ദ്ര അന്വേഷണ ഏജൻസികളും അന്വേഷണം പാർലായി നടത്തുന്നുണ്ട്. ഏതായാലും സംഭവം ഗൗരവതരമാണ്, ഇല്ലെങ്കിൽ കളി മാറും എന്ന് കൊണ്ടാകണം പോലീസ് ഇടപെട്ടിട്ട് ഈ കാശ്മീർ സ്വദേശികളായ പാർട്ട്ണർമാരെ അവിടെ നിന്ന് ഇപ്പോൾ നീക്കം ചെയ്തിട്ടുണ്ട്. കട ഇപ്പോൾ താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയാണ്. ഏതായാലും സ്വാഭാവികമായും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അതിൻ്റെ പ്രാഥമിക വിവരം ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. കാരണം ഈ വിദേശിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. കാരണം ആ വിദേശി ഒരു പരാതി കൊടുത്താൽ പോലും ഈ പരാതിയിൽ പറയുന്ന പ്രതികളെ രക്ഷിക്കാൻ, അല്ലെങ്കിൽ പരാതിയിൽ പറയുന്ന ആളുകളെ രക്ഷിക്കാനായിട്ട് സംസ്ഥാന സർക്കാരിനോ മറ്റു സർക്കാരുകളോ കഴിയില്ല. കാരണം ഇത് 2 രാജ്യങ്ങൾ തമ്മിലുള്ളൊരു വിഷയമായി ഒരുപക്ഷെ മാറുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാകും. അതുകൊണ്ട് നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് എത്തുന്ന വിദേശികളെ ആക്രമിച്ചാലോ ഇല്ലെങ്കിൽ അവർക്ക് അപമാനം നേരിടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയാൽ അത് ക്രിമിനൽ കുറ്റമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇവിടെയാണ് പോലീസ് ഇപ്പോൾ ഇടപെട്ടുകൊണ്ട് ഈ കാശ്മീർ സ്വദേശികളെ അവിടെ നിന്ന് മാറ്റിയിരിക്കുന്നത്. കട താൽക്കാലികമായി അടച്ചിരിക്കുകയാണ്. പക്ഷേ ഇതിവിടം കൊണ്ട് തീരില്ല എന്ന് തന്നെയാണ് വരുന്നത്. കാരണം ഇസ്രയേലിലടക്കം ഈ വീഡിയോ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.